തിരുവനന്തപുരത്ത് ഒരു സാധനം വണ്ടി കയറി വന്നിട്ടുണ്ട്. ഹെബേനെ താറ്റാൻ വേണ്ടി മാത്രം ഒരു സാധനം വന്ന് കയറിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വണ്ടി പിടിച്ചു വന്ന് നല്ലൊരു വീട്ടിൽ നിന്ന് നേരെ കോഴിക്കോട്ടിലേക്ക് പോയിക്കുക. എന്ന് പറഞ്ഞാ സിംഗിൾ ലൈഫ് ജീവിക്കുന്നവര്, പ്രത്യേകിച്ച് സിംഗിൾ ആയിട്ടുള്ളവർക്ക് ഒരു നല്ല സ്പേസ് ആണ് എനിക്ക് കിട്ടിയത്. അതിന് ഇവനെ പോലെ ട്രിവാൻഡ്രത്തുള്ള ഓരോ കോഴികള് പല്ലി കമ്പിട്ടന്മാര് പറയൂ കോഴിക്കോടെന്ന്. അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് മനസ്സിൽ കൊണ്ടു കിടക്കാറ്. ഇത് കാണുന്നവരത്തല്ല അവിടുത്തെ മൊരാളെ വിളിച്ചിട്ട് പറയണം ഞാൻ സിംഗിൾ ആണ്, എനിക്ക് ഒറ്റ കട്ടിൽ മതി. അതൊക്കെ എന്താണ് കാര്യം? പിന്നെ ഞാൻ ഒറ്റക്കുള്ള എനിക്ക് വലിയ ഡബിൾ കട്ടിലിട്ടാണ്. ഞാൻ സിംഗിൾ ആണ്, എനിക്ക് ഒറ്റ കട്ടിൽ മതി. ഒരു കട്ടിൽ ഇത്രേ ഉള്ളൂ. ഒരു പലകം ഉണ്ടല്ലോ അത് കൊടുക്കും. അതിൽ ഞാൻ വീണ്ടും പറഞ്ഞു തിരുവനന്തപുരം വേഴ്സസ് ലക്ഷദ്വീപ്. ഇവനെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഏകദേശം ഒരു 4-5 മാസമായി. അന്ന് തൊട്ട് ഞാൻ ഇവനെ കണ്ടോണ്ടിരിക്കുന്നത് ഈ പല്ല സാധനം മുത്തു വെച്ച് പിടിപ്പിച്ച ഒരു കമ്പി വെക്കാൻ പോലും ടൈം ഒരു മാറ്റവും ഇല്ല. അന്ന് കണ്ട പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആണ്. നമ്മളിന്ന് പുതിയൊരു സ്ഥലം പരിചയപ്പെടാൻ പോവാണ്. നിനക്കൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല, സ്വന്തം പൈസ മേടിക്കാൻ. വിരല് മുദ്ര ശ്രദ്ധിക്കും. യെസ്, വേണ്ട കളറ് പോവാത്ത സാധനമാണിത്. എല്ലാരും മേടിച്ച് യൂസ് ചെയ്യേണ്ടതാണ്. പേജ് പറഞ്ഞു കൊടുക്കേ. ഇപ്പൊ തന്നെ എല്ലാരും ഫോളോ ചെയ്യാം. അല്ല അതൊന്നുമില്ലല്ലേ ഇവിടെ ഉണ്ടോ? ഇല്ല, ആ ഒരു സാധനം ഇല്ലേ? ആ സാധനം ഇല്ലടി. മാലകളൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ? എനിക്കറിയില്ല വാങ്ങിച്ചു കൊടുക്കാൻ. നീ പിന്നെ വാങ്ങിച്ചല്ലോ, കാരണം എനിക്ക് വാങ്ങിച്ചു. അടുത്തതായി കുട്ടിയുടെ വക മറ്റേ സാധനം ഇല്ലേ, മിസ്റ്ററി ഹാൻഡ് ഓവർ. അതില് നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. കുട്ടി പൈസ കൊടുക്കുന്നതായിരിക്കും. അതിനുള്ള ബഡ്ജറ്റ് ഇല്ല. പരിചയമുള്ള ആൾക്കാർക്കുള്ള സാധനം ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഇവരുടെ ബർത്ത്ഡേ വന്നപ്പോഴത്തേക്ക് ഇവള് അത് കാരണം നീ മിസ് ചെയ്ത്. എന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. എന്തായിരുന്നു എത്ര നാളായി കണ്ടിട്ട്? വർഷങ്ങളായില്ലേ? ബർത്ത്ഡേ എന്ന് പറ. ബർത്ത്ഡേ അഞ്ജുന്റെ ബർത്ത്ഡേ വരുമ്പോ ഞാൻ നിനക്ക് അടുത്ത പ്രാവശ്യം ഞാൻ എന്ത് ഗിഫ്റ്റ് അവര് ബാക്കി ഈ ലോകത്തുള്ള എല്ലാരും ബർത്ത്ഡേ അറിയാം. മറ്റേതാണ് മറിച്ചതാണ് പറഞ്ഞത്. സ്വന്തം കൂട്ടുകാരുടെ ലൂക്കോച്ചിന്റെ ബർത്ത്ഡേ അറിയാമോ? ഷിഫിന്റെ ബർത്ത്ഡേ അറിയാമോ? ബാക്കി എല്ലാരും അറിയാലോ. ആണോ ഇല്ലേ? പനമ്പള്ളിനകർ വന്ന് വന്ന് കച്ചവട സ്ഥാപനായി. അവളും വാങ്ങിച്ചു. നീ മാത്രല്ലേ വാങ്ങിച്ചത്? പേജ് എന്തിനാ വാങ്ങിച്ചേ? ഫാബ ജുവൽസ്. ഓക്കെ, ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അല്ലേ, നല്ല സാധനമാണ്. പക്ഷെ ആ കൈ കിടക്കുന്ന സാധനം ഇല്ലേ, അപ്പുറത്തെ കൈ കിടക്കുന്ന സാധനം ആ പോകുമ്പോ തന്നിട്ട് വേണം പോവാനേ. നല്ല ഉടായിപ്പ് സാധനം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. 10 പൈസ ഒക്കെ ഉണ്ടോ? എന്നാ പിടിച്ചോ. ഓക്കെ, താങ്ക് യു. ഒരുത്തരം ഇല്ലാണ്ടാക്കണത്. ഞാൻ ബ്ലോഗ് എടുക്കുന്ന സാധനം അഞ്ചു എങ്ങനെയുണ്ടാ? കൊള്ളാം. നൈറ്റ് വൈബ് എങ്ങനെയുണ്ട്? എടാ എന്താ ചെയ്തേ? എന്താ ഞങ്ങള് അത് പറയാൻ പറ്റുന്നത്? അയ്യേ, നീയും ദാസൻ അവനും ദാസനും തമ്മിൽ നിങ്ങൾക്ക് മാത്രം മതിയല്ല.
എടാ എടീ ഏബേ നമ്മള് കഴിഞ്ഞ ആരെ കൊടുത്തിട്ടാണ് ഡിന്നർ കഴിക്കാൻ വന്നത്? ഞങ്ങളെ കഴിഞ്ഞ ദിവസം വന്നപ്പോ പ്രിയാവാര്യരെ കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് ഡിന്നർ കഴിച്ച്. ആരോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. പക്ഷേ എന്താ അവസ്ഥ? നെയ്പത്തില്ല പോലെ വട്ടൂരുണ്ട്. വട്ടൂർ അടിക്കാം. വട്ടൂർ അടിപൊളിയാ. വട്ടൂരും ചിക്കനും എന്തിനാ കഴിക്കാം? ഇതിനൊക്കെ ഞങ്ങൾ എന്തിനാ വന്ന് കഴിച്ചു? ഞങ്ങൾ നെയ്പത്തിനും ബീഫും എന്നെ കൂട്ടാണ്ട് കഴിച്ചോനിക്കില്ലേ ക്രീം കുട്ടിച്ച എനിക്കറിയില്ല. ഞാനതിന് കുന്തപ്പുറം കേൾക്കുന്നു. എന്തൊക്കെയൊക്കെ നടക്കുന്നത്? നമ്മൾ സോണിൽ വീണ്ടും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ സോണയിൽ വീണ്ടും വന്നിരിക്കുകയാണ്. ഇതൊക്കെ അഞ്ചു നമ്മുടെ വൈബ് പിടിക്കണം തോന്നുന്നു. അഞ്ചു പറഞ്ഞ ഉറക്കം വരുന്നൊക്കെ പറയുന്നത് വൈബല്ല, ഇത് തെണ്ടിത്തിരി എന്ന് പറയല്ലേ? അവിടെ അത് പച്ചയായിട്ട് തോന്നും. ഇപ്രാവശ്യം നമ്മൾ വന്നപ്പോൾ സോനി വന്നപ്പോൾ ഇപ്പത്തിരിന് പകരം നമ്മൾ ഇപ്രാവശ്യം വേറൊരു സാധനം ട്രൈ ചെയ്തെന്ന് കാണിച്ചേ. ബട്ടൂര ട്രൈ ചെയ്യാം. ബട്ടൂര് ബീഫ് സ്റ്റൂ. ബട്ടൂരയും ബീഫ് സ്റ്റൂ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കഴിക്കുന്നത്. മാറാമത്തെ അത് കൈ മാറ്റിക്കോ. നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകാൻ പോകുന്നു? എന്ത് കയാക്കിങ്? എന്ത് ഈ നട്ടപ്പാതിരൊക്കെ എന്താണ്? അങ്ങനെ പറയാ. കവരെന്ന് പറയുമ്പോ കവർ എവിടെ പോകുന്നു? എവിടെ പോകുന്നു? കവറ് കാണാൻ പോകുന്നു. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. നമ്മള് വണ്ടി ഓടിച്ചോടിച്ചോടിച്ചോടിച്ചോടിച്ചോടിച്ചോടിച്ച് അതോ എക്സ്ക്യൂസ് മീ ചാവരുത് പ്ലീസ്. ഇത് ബൂസ്റ്റാ ഹോർലിക്സ് ഇളക്കി അതൊക്കെ അവിടെ ഒന്നുമില്ല. പോടുന്നായി അതൊക്കെ ചില സ്പോട്ട് ഉണ്ട് അവിടെ അടുത്തുള്ള. നീയ കാര്യത്ത് വീണ് പോരുത്. ഉടുപ്പേരിക്കുന്നതാ. ആ ഈ പാന്റും കൊണ്ടല്ലേ പോണ? തിരിച്ചു വരുമ്പോ ഈ പാന്റ് കോല കൊണ്ട് ഞാനും എടുത്തിട്ട് ഡ്രസ്. നീ എന്ത് പൊക്കിക്കടിക്കുന്ന? എടാ കുറച്ച് നടക്കാനുണ്ടേ. മാനവും കാനൊന്നും കേട്ടിരുന്നില്ല അല്ലേ? ബാ ഇതെന്താണ് തമിഴ്നാടിന് വിശേഷം കർണാടകക്കാരി മൊത്തം കർണാടകക്കാരി ഒരു രക്ഷയില്ല. കർണാടകക്കാരെ കൊണ്ട് രക്ഷയില്ല. മൊത്തം കർണാടക. മറ്റേ സിനിമയുടെ നമുക്ക് നടക്കാം. രാത്രി നിഗൂഢമായ വഴികളിൽ വെട്ടവും വെളിച്ചമില്ലാത്ത വഴികളിലൂടെ നമ്മൾ നടക്കുന്ന സുഹൃത്തുക്കളെ ഒരു നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കുറച്ച് നാളുകളായി നമ്മൾ ഇതായിക്കൊണ്ടിരുന്ന പ്ലാനിങ് ആയിരുന്നു. അപ്പുറത്ത് വീണ കായൽ ഇത് മൊത്തത്തിൽ കാണാൻ പറ്റില്ല. ഈശ്വര വെട്ടിട്ട് കാണിച്ചു തരാം. അമ്മേ ഇത് പലകയിരുന്ന ഈശ്വര ഇപ്പൊ വീണേ. അമ്മേ സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കണം. നിലാവുള്ള അമ്മേ നിലാവുള്ള രാത്രി നീ എന്നെ ചിന്തിച്ചിരിക്കുവാണോ? ആരെ അവിടെയാടാ ഈ വരമ്പെന്ന് പറഞ്ഞത്. എടാ ഇത് വരമ്പെന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് അങ്ങോട്ട് മാർക്കറ്റ് ഇട്ടിട്ട് അങ്ങോട്ട് പോകാനാ പറഞ്ഞത്. ബാ അത് കഴിച്ച് നമ്മൾ കുമ്പളങ്ങിലുള്ള നമ്മുടെ വരമ്പ് റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. അവർക്ക് കയാക്കിംഗ് ഉണ്ട്. നമ്മൾ ഇത് കാണാൻ പോകുന്നതിൻ്റെ എന്താ കവർ കാണാൻ പോകുന്നതിൻ്റെ കയാക്കിംഗ് ഉണ്ട്. അഞ്ചു ഉറങ്ങിയില്ലേ? അഞ്ചു ആർ യു റെഡി? പറയൂ അഞ്ചു ആർ യു റെഡി? അയ്യോ പേടി എന്താ തിളങ്ങണില്ല? നീ നിന്റെ ചുറ്റും ഓറാ. പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. ധൈര്യക്കുറവ് ചെറുതായിട്ടുണ്ട്.
ഇതെങ്ങനെയെന്നാ കൈ വെച്ച് തുറഞ്ഞു പോയി സരിങ്കുമാറും മായാവി പറഞ്ഞ ബക്കറ്റ് എടുത്തരട്ടെ അങ്ങോട്ട് തിരിഞ്ഞ ഫ്രണ്ട് സ്റ്റിയറിംഗ് ഉണ്ട് ആ ലെഫ്റ്റ് റൈറ്റ് ആ ലെഫ്റ്റ് ആ റൈറ്റ് ആ ലെഫ്റ്റ് ടോക്കൺ നമ്പർ 1 പോയി സൈഡ് നമ്മൾ 2 പേരാണ് ഓക്കെ വണ്ടി ഇവിടെ പേടിയുണ്ടോ മോളെ ഞാൻ ചെയ്തത് ഓൾറെഡി എക്സ്പീരിയൻസ് ഓ എന്റെ പൊണ്ണെ കോൺഫിഡൻസ് ഓക്കെ നമ്മളിതൊരു ബൈ ബൈ അവരെ കാണുന്നില്ലല്ലോ എവിടെയോ വരും നമ്മളെന്തായാലും റെഡി ആയിട്ടുണ്ട് കയറിക്കൊണ്ടിരിക്കുക ഇനി ഞാൻ ഇവിടെ മറിക്ക് ഭയങ്കര ധൈര്യമുള്ള ആള് കയറ ധൈര്യമുള്ള ആളെ എക്സ്പീരിയൻസ് ഉള്ള ആള് ധൈര്യമുള്ള ആള് കയറട്ടെ അതൊക്കെ കണ്ടോ ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു നേരത്തെ ഇല്ല ഇറ്റ്സ് ഹെബ ഇറ്റ്സ് അബൌട്ട് ചിൽ അവർക്ക് എങ്ങോട്ടാ രണ്ടര പോയിട്ട് കാണുന്നില്ല എങ്ങോട്ടാ പോകണമെന്നറിയാം എക്സ്പീരിയൻസ് ഉള്ളതല്ലേ പോട്ടെ പോടി എടാ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ കൃഷിയെ പോയത് രണ്ടും എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞട്ടെ കണക്കനെ ഇപ്പൊ മനസ്സിലായി എക്സ്പീരിയൻസ് എന്താ ചക്കിക്കൊത്ത ചങ്കരന്മാർ ഞാൻ ഫ്രണ്ടിരിക്കാം ആ പടാ അഞ്ചു ചാച്ച വെള്ളത്തിൽ കാണാം ഓക്കെ ബൈ ഡാ അഞ്ചു ബൈ 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 every night in my dreams നമ്മുടെ തിരിച്ചു പോകാൻ പോയതാണ് അവരെ നമ്മൾ വിളിച്ച് കയറ്റിക്കൊണ്ട് പോകുന്നത് നമ്മൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി തിരിഞ്ഞ് നടക്കണം പക്ഷേ കാണാൻ പറ്റില്ല നമ്മൾ ടൈമിങ് ഇത്തിരി മാറിപ്പോകാൻ ചെറിയ സംശയമുണ്ട് ഉള്ളത് കറക്റ്റായിട്ട് ഏരിയയിലില്ല ചില ഏരിയയിൽ ഇച്ചിരി ഉള്ളു നമ്മളെന്തായാലും ഒന്നുകൂടെ നോക്കട്ടെ മൊത്തത്തിൽ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ലെറ്റ്സി എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കണം എന്തായാലും നമ്മൾ കുറച്ച് കണ്ടു പക്ഷേ അത് ക്യാമറയിൽ അധികം കിട്ടുന്നില്ല അതാണ് പ്രശ്നം ക്യാമറ കിട്ടുന്നില്ല അല്ലാണ്ട് കിട്ടുന്നുണ്ട് അല്ല നമുക്ക് നേരിട്ട് നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റുന്നുണ്ട് ക്യാമറയിൽ കിട്ടുന്നത് അതൊരു ഭയങ്കര പ്രശ്നമാണ് എന്താ പറയുക ക്യാമറ കാണാൻ പറ്റുന്ന ഏതെങ്കിലും രീതി തപ്പിയെടുക്കട്ടെ കണ്ട അവരുടെ ബോട്ടിൻ്റെ ഇടയിലേക്ക് നിങ്ങൾക്ക് കണ്ടത് ഇടക്കിടക്ക് നീല കളർ കയറി ആ കണ്ടത് കിട്ടിടാ കണ്ടതേ അത് കണ്ടതേ കണ്ട നീല കളർ തന്നെ കണ്ട അതേ വെറുത്ത് ആ അത് സാധനോടാ അത് സാധനം അവിടെ വെട്ടോടാ ഇങ്ങോട്ട് മാറ് വേണ്ട അതാണ് സംഭവം മനസ്സിലായോ ഓക്കെ ഗൈസ് നമ്മൾ കണ്ടോന്ന് വെച്ചാൽ നമ്മൾ കണ്ടല്ലേ എടാ ഇത് ഞാനും ഇവനാണ് അത്യാവശ്യം നന്നായിട്ട് കണ്ടിരിക്കുന്നത് ആ കാണാൻ വിചാരിച്ചൊന്നുമല്ല പക്ഷേ നമ്മളത് അത്യാവശ്യം നല്ല രീതിക്ക് കണ്ടിട്ടുണ്ട് പക്ഷേ ക്യാമറയിൽ കിട്ടുന്നതിനെ കൂടുതൽ ഞാൻ പെട്ടെ നമ്മൾ ക്യാമറ ഓക്കെ ഇപ്പോൾ എൻ്റെ ക്യാമറയുടെ കുഴപ്പമാണോ ബാക്കിയുള്ളവരുടെ ക്യാമറ നന്നായതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല എൻ്റെ ക്യാമറയിൽ എന്തായാലും കിട്ടുന്നുണ്ടായിരുന്നു കിട്ടിയതൊക്കെ തീരെ കുഞ്ഞായിട്ടേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ നമ്മളുടെ ഐ കോണ്ടാക്ട് വെച്ച് നല്ലപോലെ കിട്ടുന്നുണ്ട് നിങ്ങൾ വരുമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഒരു 1:30-2 മണി സമയത്ത് വന്ന് ഞാൻ കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും പക്ഷേ നമ്മൾ വന്ന സമയം ഇതായി പോയതുകൊണ്ടാണ് നമുക്ക് എന്തായാലും കണ്ട് നമ്മളിപ്പോൾ എന്തായാലും തിരിച്ചു പോകണേണ് എന്നിട്ട് പക്ഷേ വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ രാത്രി കയാക്കിങ് ചെയ്യുന്ന എക്സ്പീരിയൻസ് വേറെ ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതെന്തായാലും വെറുത്തായി നമ്മൾ രാത്രി കയാക്കിങ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ചെയ്തില്ല പകലാണ് ചെയ്തിട്ടുള്ളതൊക്കെ പക്ഷേ ഇത് നൈസായിരുന്നു കൊള്ളാം നമ്മൾ എന്തായാലും തിരിച്ച് നേരെ പോട്ടെ ഇത് നമുക്ക് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ വരമ്പ് റെസ്റ്റോറൻറ്റുകാരാണ് നമുക്ക് ചെയ്ത് നിൽക്കുന്നത് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ താഴത്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇതുപോലെ അവിടെ കോൺടാക്ട് ചെയ്താൽ മതി അവരുടെ നമ്പറും കാര്യങ്ങളും അതിനകത്തുണ്ടാകും അല്ലെങ്കിൽ ഞാൻ അവരൊക്കെ ചോദിച്ചിട്ട് നമ്പരെങ്കിലും ഇട്ടേക്കാം
അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് വന്ന് ബുക്ക് ചെയ്തിട്ട് വിളിച്ച് ചോദിച്ചിട്ട് വരുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഇന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഇറങ്ങും മുമ്പ് വിളിച്ച് ചോദിക്കണം, ഇന്നുണ്ടോ കാണാൻ പറ്റുന്നതെന്ന് ചോദിക്കണം. ചോദിച്ചതിന് ശേഷം മാത്രമേ വരാവുള്ളൂ. അല്ലാണ്ട് വന്ന് ഇവിടെ ഡിസപ്പോയിൻമെൻ്റ് ആയി പോകത്തേ ഉള്ളൂ. പിന്നെ മഴ ഉണ്ടെങ്കിലും വന്നിട്ട് കാര്യമൊന്നുമില്ല, ഒരു കാര്യമില്ല. ഓക്കെ, നമ്മളിന്ന് തിരിച്ചു പോട്ടെ. മോളൂസ് എന്തായിരുന്നു നീ ആ ലക്ഷദ്വീപിൽ മറ്റേ കയാക്കിംഗ് പ്രാക്ടീസ് എല്ലാം ഉണ്ട്? ഇതിപ്പോ ലക്ഷദ്വീപിൽ എന്താണ്, ഇവിടെ അടിപൊളിയായിരുന്നു. തെറ്റായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട എക്സ്പീരിയൻസ് ആണ്. ഞാനും പിന്നെ ചെയ്തു, നമ്മളായിരുന്നു പൊളിച്ചല്ലേടാ. നമുക്ക് കുറെ കാണാൻ പറ്റിയിട്ടുണ്ട്. പറയൂ രണ്ട് വാക്ക്. ശരി ബൈ. കയാക്കിങ് തുഴഞ്ഞു. അംജു നീ പറട്ടു. ഓ കണ്ണടിച്ചു അംജു, സോറി അംജിത് ഖാൻ, ശരി ക്ഷമിക്കണം, ഓവർ ഫ്ലാഷില്ല. അംജിത് ഖാൻ എങ്ങനെയുണ്ടായിരുന്നു? ട്രിവാൻഡ്രത്ത് ഉണ്ടോടാ ഇത്? ഉണ്ടാ എവിടെയുണ്ട്? അവിടെ ഇതുപോലെ നീ തുഴഞ്ഞ് കയക്കി രാത്രിക്ക് പോയിട്ടുണ്ടോ? എപ്പോ പോയിട്ടുണ്ട് രാത്രിക്ക്? രാത്രിക്കാ? എപ്പോ? ഓടെ ആ ആ എങ്ങനെ ഉണ്ടായിരുന്നു വന്നിട്ട് എക്സ്പീരിയൻസ്? നീ വന്നത് വെറുതായില്ലേ? എന്തിനാണ് ഞാൻ അവനോട് ചോദിക്കാൻ പോണത്? അല്ല പോണെങ്കിൽ സൺറൈസ് എടുക്കണൊക്കെ വേണ്ടി നേരെ പണിത്തപ്പോ നമ്മൾ തിരിച്ചെത്തിരിക്കുക. ഇന്നലെ പോയി നമ്മൾ ഇന്ന് തിരിച്ചെത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വൈകിട്ടെല്ലാം തിരിച്ചെത്തി. എല്ലാവരും നല്ലോണം നാലൊഴിക്ക് പോയിട്ടുണ്ട്. അപ്പൊ അത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ എനിക്കൊരു ബോധമില്ല. ഓക്കെ, അപ്പൊ ഞാൻ പോയി ഉറങ്ങട്ടെ. അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും മടക്കാം.